ബംഗ്ലാദേശിന് യുദ്ധവിമാനവും റോക്കറ്റുകളും നൽകാനാണ് പാകിസ്ഥാന്റെ തീരുമാനം. അതുമാത്രമല്ല, പരിശീലനവും നൽകും. നാം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് കണ്ടതായിരുന്നു പാകിസ്ഥാന്റെ ഇത്തരം കഴിവുകൾ. ബംഗ്ലാദേശ് പാകിസ്ഥാൻ ബന്ധങ്ങൾ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ, ഒരു നൂറ്റാണ്ടിനിടയിൽ ഏറ്റവും വൈകാരികവും ഊഷ്മളവുമായ തലത്തിലേക്ക് എത്തി നിൽക്കുന്നു. അവരെ ഒരുമിപ്പിച്ചിരിക്കുന്നത് മ്യൂച്വൽ സസ്പീഷൻ ഓഫ് ഇന്ത്യ എന്ന് തന്നെയാണ്. ബംഗ്ലാദേശിൽ അധികാര കൈമാറ്റം ഷെയ്ഖ് ഹസീനയുടെ ഭരണകൂടത്തെ അമേരിക്കൻ സഹായത്തോടുകൂടി അട്ടിമറിച്ച് മുഹമ്മദ് യൂനസ് അധികാരത്തിൽ ഏറ്റപ്പോൾ പാകിസ്ഥാൻ്റെ മനസ്സിലാണ് ലഡു പലതും ഒരുമിച്ച് മുട്ടുന്നത്. ഉള്ള കാരണം, പടിഞ്ഞാറൻ സെഗ്മെൻറ്റിൽ ഇന്ത്യയെ കൗണ്ടർ ചെയ്യാൻ പാകിസ്ഥാൻ മതിയാകും. കിഴക്കൻ സെക്ടറിൽ തീർച്ചയായും തങ്ങൾക്കൊരു അലായി അല്ലെങ്കിൽ ഒരു അനുയായി അല്ലെങ്കിൽ ഒരു സഖ്യകക്ഷി ഉണ്ടാവണമെന്ന പാകിസ്ഥാൻ്റെ നിരന്തരമായ സ്ട്രാറ്റജിക് മോഹം. ഇതൊരിക്കലും പൂവണിയില്ല എന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചത്. കാരണം സാംസ്കാരികമായി വലിയ വൈജാത്യങ്ങളാണ്. ബംഗ്ലാ ഭാഷ സംസാരിക്കുന്ന ബംഗാളികളും ഉറുദു സംസാരിക്കുന്ന പാകിസ്ഥാനികളും തമ്മിൽ ചേരില്ല. അത് വിഭജനത്തിന് തന്നെ കാരണമായത് ആ ഭാഷാപരമായ ഈ ഉറുദു അടിച്ചേൽപ്പിക്കുന്ന പാകിസ്ഥാൻ്റെ നയം, കിഴക്കൻ ബംഗാളികളെ രണ്ടാംകിട പൗരന്മാരായിട്ട് കാണുന്ന പാകിസ്ഥാൻ നയം, രാഷ്ട്രീയ അധികാരം വിട്ടുകൊടുക്കാൻ ബംഗ്ലാദേശ് അവാമി ലീഗ് വലിയ നേട്ടമുണ്ടാക്കിയപ്പോഴും അധികാരം പങ്കിടാൻ തയ്യാറാവാത്ത പടിഞ്ഞാറൻ പാകിസ്ഥാൻ നേതൃത്വം, ഇതെല്ലാം തന്നെ ചരിത്രപരമായ വസ്തുതകളാണ്, വാസ്തവങ്ങളാണ്. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറിയിരിക്കുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നുമുള്ള അനവധി ട്രേഡ് നെഗോഷിയേറ്റേഴ്സ് പാകിസ്ഥാനിലെത്തി ചർച്ച നടത്തുന്നു. പാകിസ്ഥാനിൽ നിന്നും സൈനിക തലവന്മാരും അതേപോലെ തന്നെ സാംസ്കാരിക നായകന്മാരും ട്രേഡ് പ്രതിനിധികളുമെല്ലാം ധാക്കയിലെത്തി ബംഗ്ലാദേശുമായി ചർച്ച നടത്തുന്നു. അവിടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ഫോർമുലയാണ് ഇത്. അതായത് ഇപ്പോൾ നിലവിൽ ബംഗ്ലാദേശ് ഇല്ലത്ത് നിന്ന് തിരിച്ചു അമ്മ തൊട്ട് എത്തിയിട്ടുമില്ല. പണ്ട് ബംഗ്ലാദേശിനെ സുരക്ഷിതമായി ചേർത്ത് പിടിക്കാൻ ഇന്ത്യ ഉണ്ടാകുമായിരുന്നു. ഇന്ത്യ ഇപ്പോൾ സംശയത്തോടു കൂടിയാണ് ബംഗ്ലാദേശിനെ കാണുന്നത്. മാത്രമല്ല, ഇന്ത്യൻ ചാരസംഘടന കൂടെ ആരംഭിക്കുകയാണ്. ചാരസംഘടന, പാകിസ്ഥാന്റെ ചാരസംഘടനയുടെ യൂണിറ്റ് പാകിസ്ഥാന്റെ ബംഗ്ലാദേശിലെ എംബസിക്കുള്ളിൽ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ, പ്രവർത്തന അനുമതി നൽകി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇന്റലിജൻസ് നെറ്റ്വർക്കിന്റെ ഷെയറിംഗ്, ഇന്ത്യ വിരുദ്ധമായ പാക് ആൻഡ് ബംഗ്ലാദേശി ഇന്റലിജൻസ് ടു ബി ഷെയർഡ് ഈക്വലി. ഇതാണ് സംഭവിക്കുന്നത്. അത് മാത്രമല്ല, JF-17 വിമാനങ്ങൾ പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് വാങ്ങിയതാണ്. അത് പാകിസ്ഥാൻ ബംഗ്ലാദേശിന് മറിച്ചു കൊടുക്കുന്നു. 2 ഫത്ത മിസൈലുകൾ ബംഗ്ലാദേശിന് പാകിസ്ഥാൻ കൊടുക്കുന്നു എന്ന് വേണ്ട. ഓപ്പറേഷൻ സിന്ദൂർ ആ സമയത്ത് പാകിസ്ഥാൻ വലിയ ആഘോഷമാക്കിയ ഒരു മിസൈലാണിത്. നമ്മുടെ ഇന്ത്യയിൽ ബ്രഹ്മോസ് ആണെങ്കിൽ അതുപോലെ തന്നെ അവർ അവിടെ ഇതിനെ വലിയ പ്രചരണ ആയുധമാക്കിയിരുന്നു. അപ്പൊ ഇത് ഷോക്കേസ് ചെയ്യാൻ പാകിസ്ഥാൻ ഏതെങ്കിലും ഒരു രാജ്യത്ത് ആയുധം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ചിരിക്കും. കാരണം ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യമല്ല പാകിസ്ഥാൻ. ആയുധങ്ങൾ ഉണ്ടാക്കുന്നത് ഒന്നുകിൽ റഷ്യയാണ്, ചൈനയാണ്, അമേരിക്കയാണ്, യൂറോപ്യൻ ശക്തികളാണ്, ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ തന്നെയാണ് ഓർഡിനൻസ് മേക്കേഴ്സ്. പാകിസ്ഥാൻ അവരുപയോഗിക്കുകയാണ്. JF-17 ഉൾപ്പെടെയുള്ള ചൈനീസ് വിമാനങ്ങൾ പാകിസ്ഥാന്റെ വ്യോമസേനയ്ക്ക് കരുത്താണ്. ഇന്ത്യക്ക് തദ്ദേശീയമായ വിമാനങ്ങൾ. മറ്റൊരു തമാശയായിരിക്കും, ഈ ചൈന പാകിസ്ഥാന് നൽകി, അത് നാം കണ്ടതാണ് എങ്ങനെയാണ് അതിന്റെ അവസ്ഥയെന്ന്. അതിനെ മറിച്ച് ബംഗ്ലാദേശ്, അത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈനീസ് വിമാനങ്ങൾ പാകിസ്ഥാൻ ഒരു ബാധ്യതയാവുന്നത് നമ്മൾ കണ്ടതാണ്. അത് പാകിസ്ഥാൻ കൂടെ മനസ്സിലാക്കിയത് കൊണ്ടാണ് അമേരിക്കയിൽ നിന്നും വൻപൻ വിമാന ഓർഡറുകൾ ഇപ്പോൾ പാകിസ്ഥാൻ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഫ്രെയിംവർക്ക് മാർഗമാണ്. പാകിസ്ഥാന്റെ ആയുധങ്ങൾ 70% ചൈനീസ് നിർമ്മിതമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അത് ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരികയും അമേരിക്കൻ നിർമ്മിത, യൂറോപ്യൻ നിർമ്മിത ആയുധങ്ങളിലേക്ക് പാകിസ്ഥാൻ മാറി ചിന്തിക്കുകയും ചവിട്ടുകയും ചെയ്യുക എന്നത് പാകിസ്ഥാന്റെ നയമാണ്, ഇപ്പോഴത്തെ നയമാണ്. ബംഗ്ലാദേശിനെ കൂടി ഒരു കോംപ്രിഹെൻസീവ് പാക്കേജ് എന്ന നിലയിൽ ആ സ്കീമിലേക്ക് കൊണ്ടുവരികയും പെർമനൻ്റായി ഇന്ത്യ വിരുദ്ധത, പഴയ പാകിസ്ഥാൻ പോലെ തന്നെ ഇന്ത്യ വിരുദ്ധമായ 2 ഖണ്ഡങ്ങൾ 2 ഭാഗത്തും നിന്ന് ഇന്ത്യ അങ്ങനെ ഞെരുക്കിക്കളയാം എന്ന ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു കലാപരിപാടികളെല്ലാം അരങ്ങേറുന്നത്. പക്ഷേ ഇത് ഇന്ത്യയുടെ സെക്യൂരിറ്റി അപ്പാരറ്റസ് ഉണർന്ന് പ്രവർത്തിച്ചു. കൃത്യമായ വിവരങ്ങൾ സമയാസമയങ്ങളിൽ ലഭിക്കുന്നത് കൊണ്ട് ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ
പാകിസ്ഥാൻ അതിർത്തിയിൽ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിയിൽ വൻപൻ സൈനിക അഭ്യാസം നടത്തുന്നത് ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ കൊണ്ടാണ്. ഇനി കിഴക്കൻ അതിർത്തിയിലും സമാനമായ ഒരു വ്യോമ അഭ്യാസം അധികം വൈകാതെ നടത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഇന്ത്യ കുറച്ചൊക്കെ അരക്ഷിതത്വം അനുഭവിക്കുന്നത് ഈ മ്യാൻമാർ അതിർത്തി, ബംഗ്ലാദേശ് അതിർത്തി, ഇതൊക്കെ പോറസ് ബോർഡേഴ്സാണ്, സുഷിരങ്ങളുള്ള ബോർഡേഴ്സാണ്. അതുകൊണ്ട് ജോയിന്റ് ഓപ്പറേഷൻ, ഇപ്പൊ തൃശ്ശൂർ എന്ന് പറയുന്നത് സംയുക്ത അഭ്യാസമാണ്. അല്ല, ഇന്ത്യ പോലൊരു രാജ്യത്തെ പിണക്കിയിട്ട് എങ്ങനെ ബംഗ്ലാദേശിന് മുന്നോട്ട് പോകാൻ കഴിയും? അത് അവിടുത്തെ ഭരണാധികാരികൾക്ക് കൃത്യമായ ധാരണ ഇല്ലാത്തത് കൊണ്ടാണോ, അതോ ഇന്ത്യ അങ്ങ് വെല്ലുവിളിച്ച് കളയാമെന്നൊരു തോന്നലാണോ? തൽക്കാലത്തേക്ക് ഒരു ഫീൽ ഗുഡ് ഫാക്ടർ ഉണ്ട്. ഒരു ഭരണമാറ്റം ഇവിടെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ പാകിസ്ഥാന്റെ സഹായത്തോടു കൂടിയാണല്ലോ ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ ഈ ഭരണത്തിൽ പിടിമുറുക്കുകയും ബംഗ്ലാദേശിന്റെ അടിസ്ഥാനപരമായ പൊളിറ്റിക്കൽ DNA-യിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. അപ്പം മീ ടു റസാക്കർ എന്ന് പറഞ്ഞു. റസാക്കർ എന്ന് പറയുന്നത് അത് അവിടെയാണ്. അത് സാമ്പത്തികമാണോ മതമാണോ പ്രശ്നം? മതവും സാമ്പത്തികവുമല്ല, ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വൈകാരികമായ അവസ്ഥയാണ്. മതത്തെ അവർ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സാമ്പത്തികമായി യഥാർത്ഥത്തിൽ പാകിസ്ഥാന് കാര്യമായ ഒന്നും തന്നെ ബംഗ്ലാദേശിന് കൊടുക്കാനാവില്ല. കാരണം അത് മാത്രമല്ല, ജിയോ പൊളിറ്റിക്കലി എത്ര ദൂരം കവർ ചെയ്യണം? പാകിസ്ഥാൻ കപ്പലുകൾക്ക് ധക്ക തുറമുഖത്തോ ചിറ്റഗോങ് തുറമുഖത്തോ എത്തണമെങ്കിൽ കറാച്ചിയിൽ നിന്നും ഇന്ത്യയുടെ ഉപഭൂഖണ്ഡം മുഴുവൻ തന്നെ കവർ ചെയ്യേണ്ടി വരും. നെയ്വൽ അഡ്വാൻറ്റേജ് തീർച്ചയായും ഇന്ത്യക്ക് തന്നെയാണ്. ഇന്ത്യയുടെ നാവികസേന ശക്തമാണ്. വിമാനവാഹിനി കപ്പലുകൾ ഉൾപ്പെടെ ഇന്ത്യക്കുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ മെച്ചപ്പെട്ടത് ഇന്ത്യക്കാണ്. ബംഗ്ലാദേശിന് കാര്യമായ ആ സംവിധാനങ്ങളില്ല. നാവികസേന പോലും വളരെ ദുർബലമാണ് എന്ന് ഓർക്കണം. പാകിസ്ഥാൻ നാവികസേനയും അത്ര ശക്തമെന്ന് പറയാനാവില്ല. അവിടെയാണ് ലാൻഡിലൂടെ ഇന്ത്യക്ക് കുറുകെ പറക്കാനാവില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ബംഗ്ലാദേശിനെ സഹായിക്കാൻ ആവുക? ഇത് വലിയ ചോദ്യമാണ്. അയൽ രാജ്യങ്ങളാണെന്ന് പറയുമ്പോഴും എങ്ങനെ സാധിക്കുമെന്നതാണ്. എത്ര ദൂരം കവർ ചെയ്യണം? പാകിസ്ഥാന് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്, വളരെ അടുത്താണ് അല്ലേ? സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അതേസമയം ധാക്കയിലേക്ക് പാകിസ്ഥാന്റെ കറാച്ചിയിൽ നിന്നോ അല്ലെങ്കിൽ ഗദ്ദാറിൽ നിന്നോ എത്തണമെങ്കിൽ എന്തുമാത്രം കപ്പലുകൾക്ക് സഞ്ചരിക്കേണ്ടി വരും. ഇത് ഒരു വലിയ ലോജിസ്റ്റിക്കൽ നൈറ്റ്മെയർ ആണ്. ഇതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ ചെറിയ രീതിയിൽ ബംഗ്ലാദേശിൽ പാകിസ്ഥാന്റെ സെല്ലുകൾ രൂപപ്പെട്ടാൽ അവിടെ നിന്നുകൊണ്ട് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ദുർബലപ്പെടുത്താം. അവിടെ ഓൾറെഡി നിലവിലുള്ള ചില വംശീയമായ ചില പ്ലൂറലിസ്റ്റിക് ടെൻഡൻസീസ് ഉണ്ട്. ബൈത്തീസ്, കുക്കീസ് ഇൻ മണിപ്പൂർ, അതുപോലെ നാഗാസ്, ഇങ്ങനെയുള്ള വിഭാഗങ്ങളിൽ ഏതെങ്കിലും വിഭാഗത്തെ കോൺഫിഡൻസിലെടുത്തുകൊണ്ട് നാർക്കോട്ടിക് ട്രേഡിനുള്ള അവസരം ഉണ്ടാക്കുക. ഇതാണ് ഉദ്ദേശിക്കുന്നത്. മ്യാൻമാർ അതിർത്തി ഉപയോഗിച്ചുകൊണ്ട് ഒരു നാർക്കോട്ടിക് ട്രയാങ്കിൾ, അതായത് കറുപ്പ്, ചൈനയെ മെരുക്കാൻ വേണ്ടി യൂറോപ്യന്മാർ ഉപയോഗിച്ച കറുപ്പ് യുദ്ധമെന്നല്ലേ, കറുപ്പ്. ഇത് പിന്നെ നാർക്കോട്ടിക്സിന്റെ വലിയ രീതിയിലുള്ള കടന്നുകയറ്റം കിഴക്കൻ മേഖലയിലൂടെ ഇന്ത്യയിലേക്ക് അറിയാം. കള്ളപ്പണവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഇതിനുള്ള ഹബ്ബായി. അതിനിടയിൽ തന്നെ ഇതൊരു പഴയ രീതിയിലേക്ക്, ആ ഷെയ്ഖ് ഹസീനയുടെ സമയത്ത് ആ കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോകാൻ ഇനി ബംഗ്ലാദേശിന് കഴിയുമോ? അങ്ങനെ ഒരു ഭരണ സംവിധാനത്തിലേക്ക് ഇന്ത്യക്ക് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുമോ ഭാവിയിൽ? തെരഞ്ഞെടുപ്പ് നടക്കണം. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലെ ഇടക്കാല, അദ്ദേഹം ഉപദേശകൻ മാത്രമാണ്, ഇടക്കാല ഗവൺമെന്റിന്റെ മുഖ്യ ഉപദേഷ്ടാവ് മാത്രമാണ് മുഹമ്മദ് യൂനിസ്. പാകിസ്ഥാൻ അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് പെട്ടെന്ന് അങ്ങനെ തട്ടിത്തെറിപ്പിക്കാൻ കഴിയും? സൃഷ്ടിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യം ബംഗ്ലാദേശിന്റെ ധനസ്ഥിതി പൂർണ്ണമായി ശോചനാവസ്ഥയിലാകുകയാണെങ്കിൽ ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ, പാകിസ്ഥാനുള്ളിൽ തന്നെ സംഭവിച്ചതുപോലെ ജനകീയ പ്രക്ഷോഭം ഇരമ്പും. പ്രസിഡൻഷ്യൽ പാലസ് ഒക്കെ വീണ്ടും ജനം റാൻസാക്ക് ചെയ്യും. അതുവരെ വെയിറ്റ് ചെയ്യുക. ഇന്ത്യ ഈസ് പ്ലേയിങ് എ വെയിറ്റിംഗ് ഗെയിം അല്ലേ? ഇന്ത്യ ഇപ്പോൾ എന്തുകൊണ്ട്, പലരും ചോദിക്കും, ഇന്ത്യ എന്തുകൊണ്ട് സൈന്യങ്ങളെ അയച്ചുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ, ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ബംഗ്ലാദേശിൽ വലിയ തോതിൽ അതിക്രമങ്ങൾ അരങ്ങേറി, എന്തുകൊണ്ട് ഇന്ത്യ സൈന്യത്തെ വിട്ടില്ല എന്ന പലരും ചോദിക്കുന്ന ചോദ്യമാണ്. അത് ആ സമയത്ത് അത് ചെയ്യാനാവില്ല. ബംഗ്ലാദേശ് സ്വന്തം ഭാരത്താൽ സ്വയം തകർന്നടിയുന്നത് വരെ ഒരു വെയിറ്റിംഗ് ഗെയിം ഇന്ത്യ പ്ലേ ചെയ്യുകയാണ്. അത് മാത്രമല്ല, ഭൗമരാഷ്ട്രീയത്തിൽ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ ഉൾപ്പെടെയുള്ള നിലപാടുകൾ, ഇന്ത്യ അനുകൂല നിലപാടിലേക്ക് വ്യാപാര കരാറൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ഥിതിഗതികൾക്ക് മാറ്റമുണ്ടാകും. അപ്പോൾ ഇന്ത്യ മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ ഒക്കുന്നൊരു കാര്യമല്ല. അതുകൊണ്ട് കൂടുതൽ ശത്രുക്കളെ ഉണ്ടാക്കിയെടുക്കാതെ കൂടുതൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് കിഴക്കൻ മേഖല അശാന്തമാക്കാൻ ഭാരതം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ സിറ്റുവേഷൻ വളരെ ഡെലിക്കേറ്റ് ആണ്, സങ്കീർണമാണ്. പക്ഷേ ഇന്ത്യയുടെ ഇന്റലിജൻസ് സംവിധാനം ഉണർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് കൃത്യമായി പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഇടപാടുകളെക്കുറിച്ച്
കൃത്യമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് ഇന്ത്യൻ ഇന്റലിജൻസിന്റെ മെറിറ്റായി വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.